ട്രിപ്പിൾ ഓം ശാന്തി. മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഒരാൾ ചെയ്യുന്നത് വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല, വേറൊരാൾ ചെയ്യുന്നത് വേറൊരാൾക്ക് ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല. ഒരു വലിയൊരു കൂട്ടം ചിലപ്പോൾ ഒന്നിക്കും. ചെറിയ കാര്യങ്ങളുമായിട്ട് അവരങ്ങനെ ഭയങ്കര ജീവിതത്തിന്റെ വലിയൊരു രീതിയിൽ ഒന്നിച്ചൊക്കെ നിൽക്കും. പക്ഷെ ചിലർക്ക് അങ്ങനെ വേറിട്ടിരിക്കേണ്ടിട്ടുണ്ടാവും. ഈ വേറിട്ടിരിക്കുന്ന ചില ആളുകളെ ഈ വലിയൊരു കൂട്ടം മാനസിക രോഗികളെന്നും പല എന്താ പറയാ അല്പം ബുദ്ധി കുറവുള്ളവരെന്നും അങ്ങനെ പല പല കാറ്റഗറിയിൽ അവരെ മാറ്റി നിർത്തും. അല്ലെങ്കിൽ അവൻ കുറച്ച് ജാടുള്ളവനാണെന്നും ഒക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തും. ഈ ഒരു സംഭവം ശരിക്കും ദൈവത്തിന്റെ കാര്യത്തിൽ വരുന്നുണ്ട്. കാരണം നമ്മൾ ഈ ചിന്തിക്കുന്ന ഒന്നുമല്ല ഇവിടെ റിയാലിറ്റി നടക്കുന്നു. അപ്പൊ എന്തായാലും എല്ലായിടത്തും ദൈവത്തിന്റെ തലയ്ക്കേണ്ടി വരും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ദൈവം വിളിച്ചു കൊണ്ടുപോയി. ഒരാൾക്ക് ആക്സിഡന്റ് ആയാൽ ദൈവത്തിന്റെ വല്ലാത്തൊരു ആക്സിഡന്റ്. ഒരാൾക്ക് തീ പിടിച്ചു കഴിഞ്ഞാല് ദൈവത്തിന്റെ ഒരു തീപിടുത്തം. ഇനി ഒരു ഭൂഖണ്ഡം അങ്ങോട്ട് ഇല്ലാതായി കഴിഞ്ഞു ദൈവത്തിന്റെ ഒരു ക്രൂരത. അപ്പൊ ഒക്കെ ദൈവത്തിന്റെ തലയിൽ കിട്ടും. ദൈവം വേറിട്ടെന്തോ സംഭവമായി മാറി. ഈശ്വരൻ അള്ളാഹു എന്നൊക്കെ പറഞ്ഞു അള്ളാഹിന്റെ ഒരു അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു ഇത് എന്തൊരുത്ത് നേരെ ദൈവം. നേരെ മറിച്ച് മനുഷ്യങ്ങനെ കെട്ടിപ്പൊക്കിക്കൊണ്ടിരുന്ന ഓരോ ചില സാമ്രാജ്യങ്ങളിൽ ഈശ്വരൻ ഉദ്ദേശിക്കാത്ത എന്തൊക്കെ സംഭവം ഉണ്ടെന്നുള്ളത് ഈ മനുഷ്യന്മാർക്ക് അറിയുന്നില്ല. സാധാരണ മനുഷ്യന്മാരിട്ട് ബി കേസിലുണ്ട് ഇതേ കാറ്റഗറീസ്. അതായത് ബി കേസിൽ ഹൈ ലെവലിലുള്ള ചില ആളുകളുണ്ട്, ലോ ലെവലിലുള്ള ചില ആളുകൾ. അതാണ് 9 ലക്ഷത്തിൽ തുടങ്ങിയിട്ട് 33 കോടി വരെ. ഈ 9 ലക്ഷത്തിലും 108 ഉള്ളവർ പ്രത്യേകിച്ച് ഒരു കാര്യത്തിലും കൂടുതലായിട്ട് ചിന്തിക്കാനും പോകില്ല, കൂടുതലായിട്ട് സംസാരിക്കാനും പോകില്ല, കൂടുതലായിട്ട് കർമ്മത്തിനും പോകില്ല. കാര്യങ്ങളൊക്കെ ചെയ്യും, ജീവിതം മുന്നോട്ട് പോകും, സംസാരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ഇതിനെ പരത്തി നശിപ്പിക്കുന്നത് എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രാമയില് ഈ കാര്യങ്ങളെ ഏറ്റവും ഭയങ്കര വൈഡാക്കിയിട്ടുള്ളത് ഈ 9 ലക്ഷത്തിന്റെ അപ്പുറത്തേക്കുള്ളവരാണ്. 9 ലക്ഷത്തിന് സ്വയത്തില് ആത്മാവ് സ്വയം ക്ലിയർ ആക്കുക, പരമാത്മാവിനെ ഓർമ്മിക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ അവർ ഏത് സ്റ്റേജിലാണ് നിൽക്കുന്നത്, ആ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ട കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുള്ളൂ. ബാക്കിയുള്ളത്, അതായത് 9 ലക്ഷത്തിൽ 1 വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് വരുന്നത് മക്കളാവുന്നതിനനുസരിച്ചാണ്. അത് ചിലർക്ക് 30 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും, ചിലർക്ക് 50 വർഷങ്ങൾക്ക് ശേഷം, അങ്ങനെ പല രീതിയിൽ. എല്ലാവർക്കും ഒരേപോലെ തന്നെ കുട്ടികളാവുന്നില്ലല്ലോ. ഈ 9 ലക്ഷത്തിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചെറിയ കുട്ടികളുണ്ട്, അവിടെ യുവാക്കളുണ്ട്, അത്യാവശ്യം പക്വത ഉള്ളവരുണ്ട്, എല്ലാം ഉണ്ട് അവിടെ. പല പല പ്രായത്തിലുള്ളവരും അവിടെ ഉണ്ട്. പക്ഷെ ജരാനരകളൊന്നും ബാധിച്ചിട്ടുണ്ടാവില്ല. നല്ല ദേവതാ രൂപങ്ങൾ. അതിൽ തന്നെ ലക്ഷണമൊത്ത ദേവനാണ് ലക്ഷ്മിയും നാരായണനും. അത് കൂടാതെ അവരുടെ ബാക്കിയുള്ള എല്ലാ ബന്ധുമിത്രാദികളും അവിടെ ഉണ്ട്, കൊച്ചു കുട്ടികളും അവിടെ ഉണ്ട്. പിന്നെ ഇവരുടെ കാറ്റഗറി ഇങ്ങനെ വലുതായി വരുന്നതിനനുസരിച്ചാണ് ബാക്കി സനാതന ധർമ്മം വികസിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യം വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. 5000 വർഷം കൂടുമ്പോൾ എത്രയോ തവണ നടന്നിട്ടുണ്ട്. പക്ഷെ ഇത് വളരെ സിമ്പിളാണ്. അവർക്ക് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നന്നായി കുടുംബത്തിലിരിക്കുക, മിണ്ടാതെ തന്നെ, തീരെ മിണ്ടാതെ എന്നല്ല, കാര്യങ്ങൾക്ക് വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ, ചില ഉദാഹരണങ്ങൾ, അതൊക്കെ ആയിട്ട് അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ. അസുഖങ്ങൾ വരും. 63 ജന്മം ചെയ്തു വെച്ച കർമ്മ കണക്ക് എല്ലാവർക്കും ഉണ്ട്.
ബ്രഹ്മ ബാബ, മമ്മ, ബാക്കിയുള്ള പ്രകാശ് മണി ദാദി ആണെങ്കിലും ഗുൽസാർ ദാദി ആണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അവരൊക്കെ അത് അനുഭവിച്ച് കാണിച്ചു തന്നിട്ടാണ് പോയിട്ടുള്ളത്. ഒരാളും ഒന്നും സ്കിപ്പ് ചെയ്തിട്ടില്ല, എല്ലാം അനുഭവിച്ച് കാണിച്ചു തന്നിട്ടാണ് പോയിട്ടുള്ളത്. ഇപ്പോഴും ഉണ്ട്. അതായത് പ്രായത്തിൻ്റെതായ ഇത് വരുമ്പോൾ ചില ആളുകളുടെ മനസ്സ് ആ രീതിയിലേക്ക് മാറും. അതെല്ലാം നോർമലി പ്രായത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരുടേത് അസുഖത്തിന്റെ രീതിയിലേക്ക് മാറും. അങ്ങനെ പല 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 പ്രശ്നങ്ങളായിട്ട് തന്നെയാണ് മുന്നോട്ട് വരിക. പക്ഷെ അവര് അത് എങ്ങനെ റിക്കവർ ചെയ്തു എന്ന കാര്യം മാത്രമേ നോക്കണ്ടുള്ളൂ. ക്യാൻസർ വന്ന മമ്മ എന്ത് ചെയ്തു, ഹാർട്ട് അറ്റാക്ക് വന്ന ബ്രഹ്മബാബ് എന്ത് ചെയ്തു, അങ്ങനെ ഓരോരുത്തരും എന്താണ് ചെയ്തത്. ഇതിലൊന്നും വരാത്ത സാധാരണക്കാര് എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാൻസർ വന്നിട്ട് ഒരു സാധാരണ വീക്കല്ലാത്ത ഒരു വ്യക്തി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ പണമുള്ളവരും പണമില്ലാത്തവരും പല പല കാറ്റഗറി നമ്മുടെ പുറത്ത് കിടക്കുന്നുണ്ട്. നോർമലായിട്ട് ക്യാൻസർ വന്ന ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ക്യാൻസറിന്റെ ഹോസ്പിറ്റലിലേക്ക് പോയാൽ അറിയാം. ഒരു ഭക്തനും അല്ലാന്ന് വെക്കുക, അവൻ അവിടെ ഭക്തി തുടങ്ങണം. ഒരു വിധത്തിലും ഈശ്വരനായിട്ട് ഒരു ഇതുമില്ലാത്ത യുക്തിവാദിയാണ്, അവന് ക്യാൻസർ വന്നു, അവനവിടെ തുടങ്ങണം. ഇപ്പൊ നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ കരുണാകരൻ, മലയാളത്തിലെ മുഖ്യമന്ത്രിയൊക്കെ ആയിട്ടിരുന്ന കരുണാകരൻ ഗുരുവായൂരപ്പന്ന് വിളിച്ചു തുടങ്ങി. അവസാനം അസുഖങ്ങളൊക്കെ വന്നതിന്റെ പേരിലാണ്. അതുവരെ പക്കാ നിരീശ്വരവാദിയാണ്. അതിന്റെ രീതിയിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ ശേഷം പിന്നീട് പിന്നണി അണികളൊക്കെ എന്തായി, പകുതിയൊക്കെ ആവാം എന്ന ചിന്തയിലായി. ഇപ്പോഴും നിരീശ്വരവാദികളുണ്ട്, ഇഷ്ടം പോലെ നിരീശ്വരവാദികൾ. അവരുടെ കർമ്മത്തിന്റെ ഫലമായിട്ട് അവരുടെ കുടുംബത്തിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും ഈ പറഞ്ഞ ഈശ്വരൻ കാണിക്കുന്ന മാജിക്, അയ്യോ ഈശ്വരൻ അതാ വിളിച്ചുണ്ട്, അയ്യോ ഈശ്വരൻ അതാ അവിടെ ഭൂകമ്പം ഉണ്ടാക്കി, അതുണ്ടാക്കി, ഇതുണ്ടാക്കി എന്നൊക്കെ പറയുന്ന ചില കാര്യങ്ങൾ. അതിന്റെ ആധാരത്തിൽ പലര് ഈശ്വരൻ ഇങ്ങനെ കുറ്റപ്പെടുത്തും. സർവ്വവ്യാപിയാണ് ഈശ്വരൻ, ഈശ്വരൻ എന്തും ചെയ്യാം, അത് ചെയ്യാം, ഇത് ചെയ്യാം. അവനവൻ ചെയ്യുന്ന കാര്യം തീരെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്യുന്നു, ഞാൻ ഒരു കാരണവശാലും എനിക്ക് കമന്റ് ഇടുന്നവരുടെ തെറ്റുകൾ നോക്കേണ്ട ആവശ്യമില്ല. എന്റെ തെറ്റെന്താ, എന്നെ കമന്റ് ഇടുന്നവരായാലും ശരി, ഇനിയിപ്പൊ എന്നെ പുറത്തുനിന്ന് അവൻ എന്താ ഇപ്പൊ അങ്ങനെ നടക്കുന്നു അങ്ങനെ നടക്കുന്നു, അവരെ ഞാൻ നോക്കേണ്ട ആവശ്യമില്ല. അവരത് പറയും. അതിലൂടെ എനിക്ക് നോക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, അങ്ങനെ ഒരു അഭിപ്രായം വരുന്നു, അതിൽ നല്ലതാണോ ചീത്തതാണോ എന്നുള്ളത് മാത്രമേ ഞാൻ നോക്കണ്ടുള്ളൂ. നല്ലതായാലും ശരി ചീത്തതായാലും ശരി, അത് അതിലൂടെ കേൾക്കേണ്ടത് തന്നെയാണ്. ഒരുപാട് കമന്റുകൾ വരണം എന്നാണ് ഞാൻ പറയാം. കാരണം കമന്റുകൾ വരുമ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആവുള്ളൂ. എനിക്ക് ഒരുപാട് കേൾക്കാറുണ്ട് കേട്ടോ, ദിവസം കേൾക്കാറുണ്ട്. കമന്റായിട്ടൊന്നും അല്ലെങ്കിൽ ഇതിലേറ്റവും പ്രധാനം ഞാൻ കേൾക്കുകയും എടുക്കുകയും മാറ്റേണ്ടത് മാറ്റുകയും ചെയ്യേണ്ടത്. എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റുന്നില്ല. ഒരു ദിവസം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഞാനെന്താ സമ്പൂർണ്ണത അല്ലല്ലോ. സമ്പൂർണതയിലേക്കും സർവഗതിനേക്കാൾ സമ്പന്നതയിലേക്കും എനിക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, എനിക്ക് പോകാൻ സമയം, സന്ദർഭം, സാഹചര്യം ഉണ്ടെങ്കിൽ ഞാനിതൊക്കെ എടുത്ത് അതിൽ നിന്ന് പരിവർത്തനം വരുത്തിക്കൊണ്ടേയിരിക്കും. അതിന് ഞാൻ എന്ത് ചെയ്യണം, അതിനുള്ളൊരു പ്രയത്നമാണത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും മഹത്തായ ഒരു ക്ലാസ്, ഇത്രയും മഹത്തായ ഒരു പരീക്ഷ വേറില്ല. ഈ പരീക്ഷയിലൂടെ ഒന്നുകിൽ വൈകുണ്ഠരസം കുടിക്കണം, അല്ലെങ്കിൽ എന്താണ്, ഒന്നുകിൽ വൈകുണ്ഠരസം അല്ലെങ്കിൽ ഏറ്റവും താഴെ. രണ്ടായാലും
അവസ്ഥ, അതായത് നമുക്കതിനുള്ള ഒരു പരീക്ഷ, അതിന്റെ കാര്യങ്ങൾ നടന്നുണ്ട്. ഇന്നിപ്പോ എൻട്രൻസ് എക്സാം എഴുതുന്ന പോലെയാണ്. എൻട്രൻസ് എക്സാം എഴുതി, നീറ്റിന്റെ എൻട്രൻസ് എക്സാം എഴുതിയാൽ നല്ല ഹൈ ലെവൽ മാർക്കുള്ളവർക്ക് ഡോക്ടർ കാര്യങ്ങൾ, അടുത്ത കാറ്റഗറീസ് എഞ്ചിനീയർ, അതിന്റെ അടുത്ത കാറ്റഗറീസ് നഴ്സിംഗ്, അതിന്റെ അടുത്ത കാറ്റഗറീസ് ബാക്കി. ഇതേപോലെ എക്സാം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇനി എക്സാം നടന്ന് നമുക്ക് ഈ പേപ്പറൊക്കെ മാർക്കൊക്കെ കിട്ടിയെന്ന് വെക്കാം, ഹൈ ലെവലിൽ മാർക്ക് കിട്ടിയവരെല്ലാവരും ഡോക്ടർമാരാവണമെന്നില്ല. താഴെ മീഡിയം ലെവലിലുള്ള എല്ലാ എഞ്ചിനീയർമാരും, എല്ലാ എഞ്ചിനീയർ നമ്പർ കിട്ടിയ എല്ലാവരും എഞ്ചിനീയർമാരും. ഇനിയിപ്പോൾ ഇതൊക്കെ ആയി നോക്കി, ഡോക്ടറായി ഒരു കൂട്ടം, ഡോക്ടറായി ഒരു കൂട്ടം, എഞ്ചിനീയേഴ്സായി ഒരു കൂട്ടം, നഴ്സിംഗ് ആയി, ഇതൊക്കെ പഠിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. സർട്ടിഫിക്കറ്റ് കിട്ടിയ എല്ലാവരും അതേ ജോലിയിൽ തന്നെ തുടർന്നോളണമെന്നില്ല. ഇനി സർട്ടിഫിക്കറ്റ് കിട്ടി അതേ ജോലിയിൽ തുടർന്ന് എല്ലാവരും അതിൽ നമ്പർ 1 ആയിക്കൊള്ളണമെന്നില്ല. ഇത്രയേ ഉള്ളൂ. ബ്രഹ്മകുമാരീസ് എന്ന് പറഞ്ഞാൽ 63 ജന്മം ഭക്തി ചെയ്തതിന്റെ ഫലമായിട്ട് ആണ് കിട്ടുന്നതെന്നല്ല. ബ്രഹ്മകുമാരീസിനെ പറ്റിയൊക്കെ അറിയും, ബാബയെ പറ്റി അറിയും, പരമാത്മാവിനെ പറ്റി അറിയും. പക്ഷെ ഇത് തലയ്ക്ക് ക്ലിക്കാവും, ബുദ്ധിക്ക് ക്ലിക്കാവും. മാനസികല്ല ബുദ്ധിക്ക് ക്ലിയർ ആവും. മാനസികം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മനസ്സിന്റെ ഒരു കളി തന്നെയാണ്. പക്ഷെ ഈ മാനസികം കൊണ്ട് ഇതിന് ബുദ്ധിക്ക് ക്ലാരിറ്റി കൊണ്ടുവരുന്ന പരിപാടി, ബുദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന പരിപാടി. മാനസികം, ഭൗതികം, ബുദ്ധിപരം, അത് കഴിഞ്ഞ് സംസ്കാരത്തിലേക്ക് കൊണ്ടുവരുന്ന പരിപാടി. അത് നമ്പർ വൈസായിട്ട് മാത്രം എല്ലാവർക്കും കൃത്യമായിട്ട് ആവാൻ കഴിയുന്നവരാവുക. ഇന്നിപ്പോ നിരവധി സേവ നമുക്ക് യൂട്യൂബ് വഴി അല്ലാത്തത് പല വിധത്തിലും നമുക്ക് കാണാൻ കഴിയും. ഞാനും ചെയ്യുന്നുണ്ട്, എന്നെ കൊണ്ട് പറ്റുന്നു. അണ്ണാറെ കണ്ണൊന്നും തന്നെ അല്ലായത് എന്ന് പറഞ്ഞ പോലെ. അപ്പോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനസികം തന്നെയാണ്. പക്ഷെ ഇതിനെ ബുദ്ധിയിലേക്ക് ആക്കുന്നതിനും പിന്നെ അതിനെ സംസ്കാരത്തിലേക്ക് മാറ്റുന്നതിനുള്ളൊരു മാനസികം. ഓരോരുത്തർക്കും അവരവരുടെ രീതിയിലുള്ള മെന്റൽ പവർ ഉണ്ടാവും. ആ മെന്റൽ പവർ ഉപയോഗിച്ച് ഈ ലോകത്തില് പല ചേഞ്ചുകളും പലർക്കും വരുത്താൻ കഴിയും. ഇത് ബാബ ഉറ്റുനോക്കുന്നത് 33 കോടിനെ തന്നെ. 33 കോടിയില് ബാബയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പറഞ്ഞാൽ 9,108,16,108, 108 8 ഒക്കെ തന്നെയാണ്. അപ്പൊ ബാബ അങ്ങനെ ഒരു കാറ്റഗറി ബാബ കൊടുത്തതല്ല. ബാബയുടെ ഈ കാര്യങ്ങള് എടുത്ത് ഈ ഒരു കാറ്റഗറിയിലേക്ക് സാധാരണ മനുഷ്യന്മാർ ശ്വസിക്കുന്ന, വെള്ളം കുടിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന, സാധാരണ കർമ്മങ്ങളൊക്കെ ചെയ്തു. ബ്രഹ്മബാബ പ്രത്യേകിച്ച് എന്തെങ്കിലും പുതിയൊരു സംഭവം ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തി എന്നല്ലായിരുന്നു. നല്ലൊരു വ്യവസായി പറഞ്ഞാൽ നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു. രത്ന വ്യാപാരി, രത്നത്തിന്റെ വ്യാപാരം ചെയ്യുന്നു. ആ വ്യക്തി വേണ്ട രീതിയിലുള്ള സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് സാധാരണ കുടുംബം, 2-3-4 കുട്ടികളും ഒരു ഭാര്യയും ഒക്കെ ആയിട്ട് നടന്നു പോയിരുന്നു. ആ സാധാരണ കുടുംബത്തിൽ നിന്ന്, അതിൽ നിന്നാണ് ഈ ബ്രഹ്മബാബ ഈ ഒരു ഇതിന് വന്നത്. ഇതിന് മുന്നായിട്ട് ബ്രഹ്മബാബയ്ക്ക് കുറെ ഉപദേശകരുണ്ടായിരുന്നു. അതായത് കുറെ ഉപദേശങ്ങൾ എടുത്തുകൊണ്ടായിരുന്നു ബ്രഹ്മബാബ ഓരോന്നും ചെയ്തിരുന്നത്. അപ്പൊ എന്താ വെച്ചാല് കർമ്മത്തിന്റെ നിയമങ്ങളൊക്കെ കൃത്യമായിട്ടും ഈ സന്യാസിമാരുടെ അടുത്തും ബാക്കിയുള്ളവരുടെ അടുത്തും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ കൂടുതൽ അദ്ദേഹം അനുവർത്തിച്ചു തന്നു. അപ്പൊ അതിൽ കുറച്ച് കൂടുതൽ എക്സ്ട്രാ സാധനങ്ങൾ മാത്രം ആണ് ബ്രഹ്മബാബയ്ക്ക് ശിവബാബയുടെ അടുത്ത് വരുമ്പോൾ എക്സ്ട്രാ ചെയ്യേണ്ടി വന്നു. ബാക്കിയെല്ലാം തന്നെ ആള് ജീവിതത്തിൽ ആദ്യം മുതൽ അനുവർത്തിച്ചു പോന്നിരുന്നു.
ഇപ്പൊ നമ്മൾ ഓരോരോ സ്ഥലങ്ങളിൽ അവിടെ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് പോരുമ്പോഴേ, അല്ലെങ്കിൽ അത് അനുവർത്തിച്ച് പോരുമ്പോഴേ നമുക്കത് ജീവിതത്തിന്റെ ഒരു സംസ്കാരമാക്കി മാറ്റാൻ പറ്റും. എൻ്റെ ജീവിതത്തിൽ പറഞ്ഞ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഈ സാധനമാണ് പ്രശ്നം. ഈ അഞ്ചിന്ദ്രിയങ്ങളിലൂടെ കൺട്രോൾ ചെയ്തിരുന്നത് അങ്ങനത്തെ വ്യക്തികളുമായിട്ടായിരുന്നു. ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം സൃഷ്ടിച്ചിട്ടുള്ളത് കുടുംബത്തുനിന്ന്. അപ്പൊ എന്താ വെച്ചാൽ കുടുംബത്തിൽ ഞാൻ കൊടുത്തിട്ടത് എനിക്ക് കിട്ടിയത്. ഇപ്പൊ എൻ്റെ 38ാമത്തെ വയസ്സ് ആയിക്കൊണ്ടിരിക്കുന്നു. 38ാമത്തെ വയസ്സിന്റെ ഇടയിൽ എനിക്ക് ബാബയെ കിട്ടിയിട്ട് 10-15 വർഷത്തിന്റെ മേലെ. അപ്പൊ ആ സമയം തൊട്ടിട്ട്, അതായത് ഭഗവാന്റെ ഈ ക്ലാസ് മുരളി അത് കേട്ട അന്ന് മുതൽ എനിക്കതിലേക്ക് മുഴുകാനുള്ള ഒരാഗ്രഹം ഭയങ്കരമായി. പക്ഷെ അന്ന് മുതൽ എനിക്ക് ഇതിന്റെ ഫുൾ ഓപ്പോസിഷൻ വന്നു തുടങ്ങി. ഓപ്പോസിഷൻ ഈ 10-15 വർഷത്തിൽ ഓപ്പോസിഷൻ തന്നെയാണ്. എന്നാലും അതെങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്നുള്ള സൂത്രപ്പണികൾ ഓരോന്നോരോന്ന് പഠിച്ചു വരും. ഇപ്പൊ ഞാൻ ക്ലിയർ ആണോ? അല്ല. പക്ഷെ ഞാൻ ക്ലിയർ ആവുന്നൊരു സമയം ഉണ്ടാകും എന്ന ഒരു പരിപൂർണ വിശ്വാസം. ഇതൊരു സെക്കൻഡിന്റെ പരിപാടിയാണ്. ഒറ്റ സെക്കൻഡ് ക്ലിയർ ആവാൻ ഒറ്റ സെക്കൻഡിന്റെ ആവശ്യമുള്ളൂ. ഡബിൾ ലൈറ്റ് ഫരിസ്ത, ആത്മബിന്ദു, ദേവത ആയി ജന്മെടുക്കുക ഒരൊറ്റ സെക്കൻഡ്. അതാണ് ബാബ പറഞ്ഞത്, ലാസ്റ്റ് സോ ഫസ്റ്റ്. ഒറ്റ സെക്കൻഡാണ്. പക്ഷെ ആ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് ഒരുപാട് പരീക്ഷണങ്ങൾ വരും. ബ്രഹ്മബാബയ്ക്കും ഇത് കുറച്ച് സമയം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ബ്രഹ്മബാബ ഇപ്പൊ എന്താ, ഫരിസ്തയായിട്ട് ബ്രഹ്മാവിന്റെ പാർട്ട് കഴിയുകയും ചെയ്തു. കൃഷ്ണന്റെ പാർട്ട് തുടങ്ങിയിട്ടില്ല. അതാണ് ബ്രഹ്മാവിന്റെ രാത്രി, ബ്രഹ്മാവിന്റെ പകൽ. ഇപ്പൊ ബ്രഹ്മാവിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പകലാണ്. എല്ലാം തെളിഞ്ഞ് നല്ല വ്യക്തമായി കണ്ടുകൊണ്ടിരിക്കുന്ന പകൽ. മറ്റത് ബ്രഹ്മാവിന് രാത്രിയായിരുന്നു. ഏത് ബ്രഹ്മാവ് ശരീരത്തിലിരിക്കുന്ന ആ ഒരു സമയത്ത് ബാക്കിയുള്ള ഒരാളുകളുടെയും സങ്കല്പോ വികല്പോ കാണാൻ കഴിയില്ല. കർമ്മത്തിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതും പലരും മറച്ചു വെക്കും. ബ്രഹ്മാവിന്റെ കൂടെ ഉള്ളവർ തന്നെ പലർക്കും അതിനുള്ള കഴിവുണ്ട്. അതായത് കൂടെ നിന്നുകൊണ്ട് അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, എന്താണ്, കൂടെ നിന്ന് ചതിക്കാന്ന് പറഞ്ഞൊരു പരിപാടി. അങ്ങനത്തെ കഴിവുകളൊക്കെ ഉള്ള നല്ല അതിബുദ്ധിമാന്മാരായിട്ടുള്ള സനാതന ധർമ്മത്തിലുള്ളവരുണ്ട്. കൂടെ ഉണ്ടാവും, പക്ഷെ ചെയ്യുന്നത് മുഴുവൻ ചതി എന്ന് പറയാൻ വയ്യ, അത് ഡ്രാമയിൽ ഫിക്സഡ് ആണ്. അതായത് സനാതന ധർമ്മത്തിൽ ആദിയിലുള്ളവര്, സനാതന ധർമ്മത്തിൽ അന്ത്യത്തിലുള്ളവരും, അതൊക്കെ ഓരോരുത്തരുടെ ഭക്തിയുടെ ഫലമായിട്ട് വരേണ്ടി വരും. ഈ ആദിയിലുള്ളവർ 9 ലക്ഷത്തിലുള്ളവരും ഈ 33 കോടിയിലുള്ളവരും തമ്മിൽ കർമ്മം ചെയ്യുമ്പോൾ എന്തുണ്ടാവും, അതിന്റെ ഒരു അവസ്ഥ ആവണം. അതായത് 33 കോടിയിലുള്ളവർ ഒക്കെ എല്ലാവർക്കും കിട്ടിയത് ഞാനാണ്, ഒറ്റ സംഭവമാണ് കിട്ടിയത്. 33 കോടിയിലുള്ള അവസാനത്തിലുള്ളവര് 14 കല പോലും ഉണ്ടാവില്ല, 12 കല ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈ 16 കലയിലേക്ക് വേണ്ടവര് നല്ല ഭംഗിയിൽ ഓരോരോ കലകൾ ചെയ്യുമ്പോൾ, കലാരൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതേ കാറ്റഗറിയിൽ ഇവരും കൊണ്ടുപോയി ഇരുത്തി കഴിഞ്ഞാൽ ഇരിക്കുന്നവരുണ്ട് ആ സമയത്ത്. അതാണ് പറഞ്ഞത്, അവിടെ ഒരു ചെറിയ പാഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ബ്രഹ്മാവിന് ഇവരൊന്നും കൈവിടാൻ പറ്റില്ല, ആരും കൈവിടാൻ പറ്റില്ല. ബ്രഹ്മാവിനെന്നല്ല, 108-ലുള്ളവർക്കും 16,108-ലുള്ളവർക്കും ഇവരെ കൈവിടാൻ പറ്റില്ല. 12 കലയിലുള്ളവരായാലും ശരി, ഇനി ത്രേതായുഗത്തിൽ ആദിയിൽ വരുന്ന 14 കലയിലുള്ളവരായാലും ശരി, അവരുടെ കൂടെ നിൽക്കണം. അതാണ് ഡ്രാമ. അതുകൊണ്ടാണ് അവർ ചെയ്യുന്ന പല കർമ്മങ്ങളുടെയും കൂടെ നിന്ന് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് കൊടുത്ത് എന്നിട്ട് വിജയിച്ചവരാണ് ഈ 16,108. അവരുടെ കൂടെ ഉണ്ടാവും.
അവരുടെ എല്ലാ കർമ്മങ്ങളുടെയും കാര്യങ്ങളിലേക്ക് അവര് സഹയോഗം കൊടുക്കും. അവർക്കറിയാം ഇയാള് അല്ലെങ്കിൽ ഈ വ്യക്തികള് അല്ലെങ്കിൽ ഇത്രയും കൂട്ടര് സത്യയുഗത്തിന്റെ ആദിയിൽ ഉണ്ടാവില്ല എന്ന് തന്നെ പക്ക ഈ 16,108 പേർക്കും അറിയാൻ പറ്റും. 16,108 വരുന്ന ഓരോ വ്യക്തികൾക്ക് അറിയാൻ പറ്റും. ഒരു കൂട്ടം ടീം ബാബയുടെ കാര്യങ്ങൾക്കായിട്ട് വരുന്നു. അവര് സത്യയുഗത്തില് ആദിയിലില്ല. പക്ഷെ എന്നാലും ആദിയിലേക്ക് വരാനുള്ള ആ ഒരു പ്രചോദനം അവർ കൊടുത്തുകൊണ്ടിരിക്കുക. പിന്നെ ഭക്തമായിട്ട് അവർ സേവനം ചെയ്യും. കണക്കാണ് സംഭവം. എന്താ വെച്ചാൽ ഈ 16,108 പേരിലുള്ള ആർക്കൊക്കെ ഇത്ര ആളുകളെ ഭരിക്കണമോ അവരെ സ്നേഹത്തോടെ കൂട്ടിപ്പിടിച്ചേ തീരും. അല്ല 16,108 പേരില് അവര് പറയാണ് നിങ്ങള് ഇതില് വരുന്നില്ല, സത്യത്തിൽ ആദിയിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ പോലും അത് വേറെ കണക്കാണ്. കാരണം എന്താ, അതിനനുസരിച്ച് ഇവര് സ്കിപ്പാവും. ലാസ്റ്റ് ചിലപ്പോൾ 16,108 കിട്ടേണ്ട പാർട്ട് ചിലപ്പോൾ അവർ കൊണ്ടുകൊണ്ട് വരും. അവിടെ എപ്പോഴും കൂട്ടിപ്പിടിച്ച് കൊണ്ടുവരുന്നു. അതാണ് ബ്രഹ്മാവിന്റെ രാത്രി പകൽ എന്ന് പറഞ്ഞ സംഭവം വളരെ നല്ല വൃത്തിയിൽ നോക്കണം. ബ്രഹ്മാവിന് ഹാർട്ട് അറ്റാക്ക് വരാനുണ്ടായൊരു കാരണം ആ രാത്രിയിലാണ്. ഇപ്പൊ ബ്രഹ്മാവ് പകലിന്, ഇനി കൃഷ്ണനായിട്ട് ജന്മം. അത് കഴിഞ്ഞിട്ട് ലക്ഷ്മി നാരായണ കൃഷ്ണനായിട്ട് ജന്മെടുത്തു കഴിഞ്ഞാൽ ഈ കൃഷ്ണന്റെ കളിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ മനുഷ്യന്മാർക്ക് പറയും അവനിച്ചിരി മാനസികമാണ്. അപ്പൊ ആ സംസാരം പോലും ഉണ്ടാവാത്ത ലെവലിലുള്ള സ്ഥലത്ത് തന്നെയാണ് ബാബ ഈ 9 ലക്ഷം പേര് കൃത്യമായി, അതായത് നെഗറ്റീവ് എന്ന സംഭവം ഒരു സംഭാഷണത്തിലൂടെയോ ദൃഷ്ടിയിലൂടെയോ കർമ്മത്തിലൂടെ ഉണ്ടാവാനുള്ള സാഹചര്യം അത്രേ ഇല്ലാത്ത സ്ഥലത്ത്, ഇനി ഇൻ കേസ് ഉണ്ടായിന്ന് വെച്ചോട്ടെ, അവര് ബാധിക്കില്ല. ആ രീതിയിലുള്ള സ്ഥലത്താണ് 9 ലക്ഷം പേരും പറന്നിറങ്ങും. നല്ലോണം ചിന്തിക്കണം. ഇതേ ഭൂമിയിൽ ഇത്രയും കോടി ജനങ്ങളുടെ ഇടയിൽ തന്നെ എവിടെയാണ് സത്യയുഗം ആരംഭിക്കുന്നത്? സത്യയുഗത്തിന് വേണ്ട ദേവീ ദേവതകൾ കൃഷ്ണനായിട്ടും രാധയായിട്ടും ഒക്കെ ജന്മെടുക്കുന്നത് നന്നായി ചിന്തിക്കണം. ചിന്തിച്ചു കഴിഞ്ഞാൽ കണ്ണോട് കാണാൻ പറ്റും. ഈ നെഗറ്റീവ് അടിച്ചടിച്ച് അവനവന് ഇങ്ങനെ നെഗറ്റീവ് ആയിക്കൊണ്ടേയിരിക്കും. സംഗതി ഓരോരുത്തരുടെ മാനസിക രീതി, മാനസിക നില വേറെ തന്നെ. ഓരോരുത്തരുടെ ഓരോരോ ഈച്ച് ആൻഡ് എവരി വൺ. അതിൽ ഏറ്റവും ഹൈ ലെവലിലുള്ള മാനസിക നില എന്ന് പറഞ്ഞത് ഈശ്വരന്റെ തന്നെയാണ്. അതേ ഈശ്വരന്റെ കൺമുന്നിൽ തന്നെയാണ് വയനാട് ദുരന്തമുണ്ടായത്. ഈ ഹമാസും ഇസ്രായേലും ബാക്കിയുള്ളവരും തമ്മിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നത്. ഇന്നിപ്പോ അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ ഇന്ത്യയിലത്തെ കുടിയേറ്റക്കാരെ അങ്ങോട്ട് പറഞ്ഞയക്കുന്നത് ഇതേ ഈശ്വരന്റെ കീഴിൽ. പിന്നെ അണുബോംബിടുന്നത്, മറ്റത് മറിച്ചത്, അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത് ഇതേ ഈശ്വരന്റെ അറിവോടുകൂടി തന്നെ. നന്നായിട്ട് നല്ല ബുദ്ധിയോടെ ചിന്തിക്കണം. എന്നാലേ ഇതിന്റെ ഒരു മാനസികാവസ്ഥ മനസ്സിലാവും. ട്രിപ്പിൾ ഓം ശാന്തി.